ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇഫ്താർ സ്പെഷ്യലാണ് ചെയ്യുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ റോള്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗീവ് അവേ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. എല്ലാവരും നന്നായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത്ര മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴക്കാം. ഞാനിതിൽ മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നമ്മുടെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. മാവ് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം മാവ് റെഡിയാക്കിയിട്ടുണ്ടായത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പം ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും. നമുക്ക് നല്ല തിക്കായിട്ടുള്ള സോസാണ് വേണ്ടത്. അപ്പോൾ അതിനിടയിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി അങ്ങ് തിക്കായിക്കോളും. പിന്നെ ഒരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം. ബോൺലെസ് പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പോലെ വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 100 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും മൊരിഞ്ഞതായി ഇതുപോലെ ആയി കിട്ടണം. നന്നായിട്ട് മൊരിഞ്ഞാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വൈറ്റ് സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അങ്ങ് തിക്കാവും. ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. വെള്ളം പോലെ ആയി പോകരുത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയായി. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അതിന് ചെറിയ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് പൊടി വിതറിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് നല്ലപോലെ തിക്നെസ് കുറച്ചിട്ട് പരത്തിയെടുക്കണം. ചെറിയൊരു ബോൾ എടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചിക്കൻ റോളിനൊക്കെ പരത്തുന്ന പോലെ. നടുവിലൊന്ന് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം മൈദ ഗമ്മോ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവസാനം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു സമയം 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പോലെ വേവിച്ചെടുക്കണം. ഒരു മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ റോള്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നോർമലായിട്ടുള്ള ചിക്കൻ റോള് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്